ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ആഷിഖിൻ്റെയാണ്. ആഷിഖ് ജസിയ എന്ന് പറയാൻ തന്നെയാണ് എനിക്കിപ്പോഴും ഇഷ്ടം. എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ആഷിഖ് ജസിയ അങ്ങനെ പറഞ്ഞ് ആ ഒരു ഇത് പറയാനാണ് എനിക്കിപ്പോഴും ഇഷ്ടം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആഷിഖ് അവരുടെ കല്യാണത്തിന് ആഷിഖ് ജസിയയ്ക്ക് എടുത്തു കൊടുത്ത ഡ്രസ്സ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു എന്നുള്ളൊരിതാണ്. അത് ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് കൊടുത്തത്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഒരുപാട് സന്തോഷവും സങ്കടവും തോന്നിയൊരു നിമിഷമാണ് ജസിയെക്കുറിച്ച് ഓർത്തിട്ട്. അവർ അത്രയും സ്നേഹമുള്ള രണ്ട് ദമ്പതികളായിരുന്നു. അപ്പം അവൻ ചെയ്തത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം അത് ഇനിയിപ്പോൾ എടുത്തു വെച്ച് അത് നശിപ്പിച്ച് കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ ഡ്രസ്സ് ഇട്ട് ആ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി ഇട്ട് അതിൻ്റെ ഒരു നന്മ ആ ജസിയക്ക് തന്നെയാണ് കിട്ടുക. ജസിയൻ്റെ കബറിടം എന്തായാലും വിശാലമാക്കി കൊടുക്കാനും, അതുപോലെ തന്നെ ആ ഡ്രസ്സ് ഇടുന്ന ഓരോ പെൺകുട്ടികളും അത് കാണുന്ന ഓരോരുത്തരും ആഗ്രഹിക്കും. അത്രയും ആൾക്കാരുടെ ദുആ എന്തായാലും ജസിയയ്ക്ക് ഉണ്ടാവും. അത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. ജസിയ ഭാഗ്യവതി തന്നെയാണ്. എന്താ ചോദിച്ചാൽ ഭർത്താവിൻ്റെ പൊരുത്തത്തോടു കൂടിയും അതുപോലെ തന്നെ ഇത്രയും കോടാനുകോടി ജനങ്ങളുടെ ദുആയും പ്രാർത്ഥനയോടു കൂടിയാണ് ജസിയ ഇന്ന് കബറിൽ കിടക്കുന്നത്. ഇപ്പോഴും ജസിയക്ക് ദുആയും പ്രാർത്ഥനയുണ്ടെന്ന് ഓർക്കുമ്പോൾ തന്നെ അത്ഭുതവും സങ്കടവും തോന്നുന്നുണ്ട്. ഒരുപാട് സങ്കടമുണ്ട് ജസിയൻ്റെ വേർപാട്, എങ്കിൽ കൂടി സന്തോഷമുണ്ട്. എന്താ ചോദിച്ചാൽ അത്രയും ആളുകളുടെ ദുആ അവൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷവും എനിക്ക് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആഷിഖ് ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ആഷിഖ് ഇനിയും ഇത് ചെയ്യാനുള്ള ഇത് കൊടുക്കട്ടെ, നന്മ കൊടുക്കട്ടെ. എന്തായാലും ജസിയ മരിച്ചിട്ട് ജസിയയുടെ ഉമ്മാനെ അവൻ കൈവിട്ടില്ല. അവൻ്റെ ഉമ്മാനെയും നോക്കുന്നുണ്ട്, ജസിയയുടെ ഉമ്മാനെ നോക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. അത് അത്രയും നന്മയുള്ള മനുഷ്യർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആഷിഖ് എന്ന് പറയുന്നത് അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. അവൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അവൻ എത്രത്തോളം നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളത്. എന്തായാലും ജസിയ കുറച്ച് 2 വർഷത്തോളമാണ് അവർ തമ്മിൽ ജീവിച്ചിരുന്നതെങ്കിൽ കൂടി അവർ 20 വർഷത്തിന് സ്നേഹവും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധവും അത്രയ്ക്ക് മാത്രം ദൃഢമായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും എല്ലാ പൊരുത്തത്തോടു കൂടി തന്നെയാണ് ജസിയ പോയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ ജസിയക്ക് എന്തായാലും ഒരുപാട് ഇതുണ്ടാവും. അതുപോലെ തന്നെ ആഷിഖ് ജസിയ നാളെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ എന്തായാലും ഒത്തൊരുമിക്കുക തന്നെ ചെയ്യും. അത്രയും നന്മകൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളിൽ ഒരുപാട് ഇതുണ്ട്. അപ്പം ജസിയൻ്റെ ആഷിഖ് ഡ്രസ്സ് കൊടുക്കുക, ആ ഡ്രസ്സൊക്കെ നിവർത്തി കാണിക്കുമ്പോഴും അത് അസുഖമായിട്ട് കുറച്ച് ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോണ കുറച്ച് ദിവസം മുമ്പ് ജസിയയ്ക്ക് അത് ഇടണമെന്ന് ആഗ്രഹമൊക്കെ തോന്നി അത് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് നല്ല വണ്ണമായിരുന്നു അവൾ. പിന്നെ അസുഖമൊക്കെ വന്ന് വണ്ണമൊക്കെ കുറഞ്ഞ് അത് ഇട്ടിട്ട് ആ ഒരു കോലം കാണുമ്പോൾ ആരിന് ചങ്ക് പൊട്ടുന്ന ഒരു വീഡിയോ തന്നെയായിരുന്നു അത്. നല്ല കല്യാണത്തിനൊക്കെ നല്ല സുന്ദരിയായിരുന്ന ഒരു പെണ്ണ് പെട്ടെന്ന് അസുഖം ബാധിച്ച് ഇങ്ങനെയുള്ള ആ ഒരു കോലമായപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമവും സങ്കടമൊക്കെ തോന്നി. എന്തായാലും ജസിയ ഭാഗ്യവതി തന്നെയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ജസിയ ഭാഗ്യവതി തന്നെയാണ്. ജസിയക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ എന്തായാലും നല്ലൊരു പ്രതിഫലം തന്നെ ലഭിക്കും. ഇപ്പോഴും അവൾക്ക് ദുആയും പ്രാർത്ഥനകളും എല്ലാം ഉണ്ട്. ആഷിഖ് ചെയ്തത് ഏറ്റവും വലിയൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ആഷിഖ് ഇതിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. വീടൊക്കെ ഉള്ളത് അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞ പോലെ ഞാൻ പച്ചക്കറി കടയിലാണ് നിന്ന് തൂതാ കെട്ടിയ ബിരിയാണി സ്റ്റോറിൽ കൊറോണ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ മൂപ്പര് ദിവസം വന്നിരുന്നു. നാസർക്ക ദിവസം വന്നിട്ട് ഒരുപാട് പേരെ സഹായിക്കാൻ വേണ്ടി അന്ന് എത്ര കിറ്റ് വേണം മൂപ്പരെ കയ്യിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ളവരിൽ നിന്ന് മേടിച്ചിട്ടാണെങ്കിലും ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മുടെ നാട്ടിലെ ചാരിറ്റി മേഖലയിൽ ഇപ്പോ മുന്നിട്ട് നിൽക്കുന്ന നല്ല സജീവ പ്രവർത്തകനായിട്ട് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നതാണ് ആളാണ്. മാത്രമല്ല ആ കൊറോണ സമയത്താണെങ്കിൽ കാലഘട്ടത്തിൽ നമ്മളെ വണ്ടി സീറ്റൊക്കെ അടിച്ചിട്ട് ആംബുലൻസ് ആണെങ്കിൽ നിങ്ങളെ വണ്ടി ആണെങ്കിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയാലോ അത് കാണുന്നത്. ഏകദേശം 675-700 ആളും പഞ്ചായത്തിന്റെ ഇതിൽ മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഇനി അത് മാത്രമല്ല നമ്മളെ ചാനലിൽ ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇത് കാണുന്ന എന്റെ പ്രിയ സുഹൃത്തിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളെ അറിവിലോ ആർക്കെങ്കിലും കുടുംബത്തിലോ നാട്ടിലോ ആർക്കെങ്കിലും നിർധന കുടുംബത്തിലെ നമ്മളെ സഹോദരിമാർക്ക് എല്ലാ മതസ്ഥർക്കുമാണ്, ഒന്നുമില്ല. അപ്പൊ അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നമ്പർ ഇതിൽ കൊടുക്കും. മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും വീട്ടിലൊക്കെ അലമാരകളുടെ ഡ്രസ്സ് ഒരാവശ്യമില്ലാതെ മടക്കി വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ
കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിർബന്ധം പറയുന്നില്ല. തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക. നമ്പർ ഏതായാലും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നാസർഖാനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ബാക്കിയുള്ള ഫുള്ളൊന്ന് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു കൊടുത്തോ. ഇത് തൂത സ്കൂളിന്റെ അടുത്താണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ഒരുപാട് കളക്ഷനുകളുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാണ് നിങ്ങൾക്ക് എടുക്കാം. അല്ലാതെ നമ്മൾ തരികയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഓരോ മഹാരാഷ്ട്ര, ഹൈദരാബാദ്, ബോംബെ, ഗുജറാത്ത് ഒക്കെ കൊറിയറോ പാർസൽ വന്ന സാധനങ്ങളാണ്. ഇതില് പാർസൽ അയക്കാം. ഞാൻ നമ്പർ എന്തായാലും കൊടുക്കുന്നത്. അപ്പൊ മൂപ്പരോട്ട് കോണ്ടാക്ടിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഡ്രസ്സ് പിന്നെ നല്ല പുതിയ ഡ്രസ്സാണ്. അത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഒറ്റവട്ടം ഇതാണ് ഡ്രസ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഡ്രസ്സ് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ജാഫർക്കയായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞ ഒരു ദിവസമാണ് നമ്മൾ ആ ഡ്രസ്സ് ഇടുന്നത്. പിന്നെ നമ്മൾ ആ ഡ്രസ്സ് ഇടാറേ ഇല്ല. അപ്പോൾ ആ ഡ്രസ്സ് എടുത്തു വെച്ചത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ആ പാവപ്പെട്ട പെൺകുട്ടികളുടെ ദുആ കൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഇത് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും കൊടുക്കുക. അപ്പോൾ 4 വർഷത്തോളം എന്താ തോന്നുന്നു ജാഫർ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു പ്രവൃത്തി തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു സ്ഥാപനം കൊണ്ട്. എന്തായാലും ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ കഴിയാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അവരിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ 10,000, 20,000, അതുപോലെ 5,000, 6,000 ഒക്കെ കൊടുത്ത് ഡ്രസ്സ് വാങ്ങിക്കും. അത് ഒറ്റ ദിവസം ഇടുള്ളൂ. അതിൻ്റെ ആ ഒരു കല്ല് പോവുക ഒന്നും ചെയ്യില്ല. അപ്പോൾ അതങ്ങനെ എടുത്ത് വെക്കും. അപ്പോൾ അതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം ആർക്കാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതേ ഒരു ക്വാളിറ്റിയും ഭംഗിയും അത് ഉണ്ടാവും. എത്ര വർഷം കഴിഞ്ഞാൽ ആ ഒരു ഭംഗിയും ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ആ പെണ്ണിനെയും നല്ല സുന്ദരിയായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ ഡ്രസ്സ് ഇടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. എന്തായാലും അവർക്ക് ഈ ഒരു ഇത് ലഭിക്കട്ടെ. അപ്പോൾ ഈ ഒരു സ്ഥാപനം കൊണ്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത് ഉപകാരമുണ്ട്, ഇങ്ങനെ ഒരു ഡ്രസ്സ് കൊണ്ടുള്ളൊരിത്. അപ്പോൾ എന്തായാലും ആഷിഖ് ചെയ്തത് ഏറ്റവും വലിയൊരു പുണ്യം തന്നെയാണ്. ഈ വന്ന കാലത്ത് ഒരിക്കലും ഒരു ആൺകുട്ടികൾക്കും ഇങ്ങനെ ചെയ്യാനൊന്നും സാധിക്കില്ല. ഇത്ര സ്നേഹിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നന്മകൾ ചെയ്യാനൊന്നും ഞാൻ എന്താ പറയുക, 100-ലൊരു ഒരു 1%, 2% ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള ആഷിഖിനെ പോലുള്ള ചെറുപ്പക്കാർ. എന്തായാലും ആഷിഖ് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ആഷിഖിനെ പോലെ ആയിരിക്കണം എല്ലാ ആൺകുട്ടികളും എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിച്ച് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.